ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുഞ്ഞിനെ കൊണ്ട് യൂജിൻ വരുന്നത് ചേച്ചിയൊക്കെ താമസിച്ചിരുന്ന ഫ്ലാറ്റിലേക്കാണ്. ചേച്ചി എടുത്ത് വഴക്കുണ്ടാക്കിയിട്ടാണ് പോയതെങ്കിലും ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രം BS ഫുഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇവിടെ വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ അവിടുന്ന് ഒരു മെസ്സേജ് വരും, ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട്. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചേച്ചിയുടെ അടുത്ത് വഴക്കുണ്ടാക്കേണ്ടി വരത്തില്ലായിരുന്നു എന്ന് അവൾ സങ്കടത്തോടെ ഓർക്കും. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു എന്ന് ആലോചിച്ചിട്ട് യൂജിൻ അവിടെ നിന്ന് കരയും. കുഞ്ഞും അമ്മയെ കാണാത്തത് കൊണ്ട് കരച്ചിലാണ്. തേൻ സോജും ഒക്കെ വാങ്ങി ഫ്രണ്ടിനെ കാണാൻ വരും. അന്നേരം തന്നെ എന്തോ പ്രശ്നമാണെന്ന് ഫ്രണ്ടിന് മനസ്സിലാവും. കാരണം ഇതിനു മുമ്പ് എൻഗേജ്മെന്റിന്റെ ദിവസം പോയിട്ടാണ്, ഇൻലോസിനെ മീറ്റ് ചെയ്യാൻ പോയിട്ട് വന്ന ദിവസമാണ് അവൻ ഇതുപോലെ സോജു ഒക്കെ വാങ്ങി വന്നത്. ഇപ്രാവശ്യം എന്താണെന്ന് അവൻ വീണ്ടും ചോദിക്കുമ്പോൾ, ഇപ്രാവശ്യം ഞാനൊരു ഫ്യൂണറൽ കഴിഞ്ഞിട്ടാണ് വരുന്നത്, ചേട്ടൻ്റെതായിരുന്നു, അവനൊരു കുട്ടിയുണ്ടെന്ന് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായെന്നൊക്കെ ഇവൻ ഷെയർ ചെയ്യും. ഒരു കാര്യം മാത്രം ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല, അവൻ അവസാനം വിളിച്ചത് എന്നെയാണ്. പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായിരിക്കാമെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതായതാണ്. അവിടെ വന്ന എല്ലാവർക്കും അവനെപ്പറ്റി നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. എനിക്ക് മാത്രമേ അങ്ങനത്തെ ഓർമ്മകളൊന്നും ഇല്ലാതിരുന്നുള്ളൂ. എനിക്കതുകൊണ്ട് കരയാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് അവൻ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കിനും വീട് മുഴുവൻ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. കുഞ്ഞുള്ള വീടല്ലേ. ഈ കമ്പനിയിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുവാണെങ്കിൽ പുതിയ റെസിപ്പീസ് ഒക്കെ പരീക്ഷിക്കണം എന്നൊക്കെ ഇവർക്ക് വലിയ ആഗ്രഹമായിരുന്നു. വയ്യാത്ത കൈയും വെച്ച് ഒരുവിധം ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് അവൾ കുഞ്ഞിന് കൊടുക്കുന്നുണ്ടെങ്കിലും കുഞ്ഞിന് ആ ഫുഡൊന്നും ഇഷ്ടപ്പെടാതെ തുപ്പിക്കളയുകയാണ്. എങ്ങനെ കഴിപ്പിക്കണം എന്ന് ഇവർക്ക് അറിയത്തില്ല. എന്ത് ചെയ്യണം എന്ന് അറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ സെയോൺ അങ്ങോട്ടേക്ക് ചെല്ലും. ഇന്റർവ്യൂവിന് ഓഫർ വന്നേക്കുന്നത് സെയോൺ ജോലി ചെയ്യുന്ന അതേ കമ്പനിയിലാണ്. ഒരു കുഞ്ഞിനെ നോക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് രണ്ടുപേർക്കും മനസ്സിലാവും. ഇങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ ആരെ ഏൽപ്പിച്ചിട്ടാണ് നീ ജോലിക്ക് പോകാൻ പോകുന്നതെന്ന് സെയോൺ അവളുടെ അടുത്ത് ചോദിക്കും. എങ്ങനെയെങ്കിലും എനിക്ക് ജോലി കിട്ടണം, എങ്കിൽ മാത്രമേ കുഞ്ഞിനെ നന്നായിട്ട് നോക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് അവൾ മറുപടി പറയും. ഇന്റർവ്യൂവിന്റെ ദിവസം കുഞ്ഞിനെ നോക്കാമെന്ന് സെയോൺ സമ്മതിക്കും. ടേം വാങ്ങിച്ച അപ്പാർട്ട്മെന്റ് റിനോവേറ്റ് ചെയ്യുകയാണ്. അവനെല്ലാം സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നെല്ലാം ഉണ്ട്. അതെല്ലാം പറയുമ്പോഴത്തേക്കും ആ വന്ന ആള് വാൺ ചെയ്യുന്നുണ്ട്, ഇത് പഴയൊരു അപ്പാർട്ട്മെന്റ് ആണ്, എല്ലാം ഇങ്ങനെ കുത്തിപ്പൊളിക്കുവാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. പ്ലംബിംഗ് വർക്കിൽ എങ്ങാനും എന്തെങ്കിലും പ്രശ്നം പറ്റുവാണെങ്കിൽ താഴത്തെ അപ്പാർട്ട്മെന്റിനെ കൂടി അത് ബാധിക്കും. അതുകൊണ്ട് ഇത്രയ്ക്കൊക്കെ വേണമെന്ന് അയാൾ ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ പറയുന്ന ഒന്നും കേൾക്കാൻ ഇവൻ തയ്യാറാകുന്നില്ല. അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അയാളെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുവാണ്. വീട്ടിലെത്തിയിട്ട് ചോക്ലേറ്റ് കഴിക്കാനായിട്ട് എടുക്കാൻ പോകുന്നതുകൊണ്ടേ കുഞ്ഞിനടുത്ത് കൊടുത്തതും കുഞ്ഞത് കഴിച്ചതും ഒക്കെ ചേങ്ങനെ ഓർമ്മ വരും. അവനത് കഴിക്കാതെ അവിടെ ഇട്ടിട്ട് പോകും. BS ഫുഡിലെ ഒരു എയ്സ് എംപ്ലോയി ആണ് പാക് യൂസങ്. അവിടുത്തെ ടീം ലീഡർ ആണ്. പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫൈനൽ ലിസ്റ്റ് ഒക്കെ ആയി. അതിന്റെ ലിസ്റ്റ് അവൻ്റെ കയ്യിൽ കിട്ടും. അവനിങ്ങനെ ബയോഡേറ്റ ഒക്കെ എല്ലാവരുടെയും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഹ്യൂജിന്റെ ബയോഡേറ്റ കാണും. ഹ്യൂജിനെ അവൻ റെക്കഗ്നൈസ് ചെയ്യും. ഇന്റർവ്യൂവിന്റെ ദിവസമാവും. രാവിലെ കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്ത് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അവളെ സെയോൺ വിളിക്കുന്നത്. സെയോണിന്റെ ടീമിൽ നിന്ന് ടീം ലീഡർ അവളെ പെട്ടെന്ന് തന്നെ ബുസാനിലേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞു വിട്ടേക്കാണ്. അതുകൊണ്ട് അവൾക്ക് കുഞ്ഞിനെ ഇന്ന് നോക്കാനായിട്ട് വരാൻ പറ്റും. എന്ത് ചെയ്യണം എന്നറിയാതെ യൂജിൻ മേളത്തെയും താഴത്തെയും ഫ്ലാറ്റിലൊക്കെ പോയി ചോദിക്കും, ആർക്കെങ്കിലും കുട്ടിയെ നോക്കാൻ പറ്റുമോ എന്ന്. എല്ലാവർക്കും ഓരോരോ തിരക്കാണ്. അവളുടെ കുറെ ഫ്രണ്ട്സിനെയും വിളിച്ച് നോക്കും, അവർക്കും പറ്റത്തില്ല. അവസാനം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് അവൾ തേങ്ങിന് മെസ്സേജ് അയക്കും. മെസ്സേജ് വായിക്കുമ്പോഴത്തേക്കും കുട്ടിയെ ഉപേക്ഷിക്കാൻ പോവാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഓടി വരും. 3 മണിക്കൂറത്തേക്ക് കുഞ്ഞിനെ നോക്കണം എന്ന് പറയും. അവനാണെങ്കിൽ സമ്മതിക്കത്തില്ല. അവിടെ ഞാൻ മാത്രമേ കൈ ഇങ്ങനെ ആയിട്ട് ചെല്ലത്തുള്ളൂ, എന്റെ കൈ ഇങ്ങനെ ആകാൻ കാരണം ഇയാളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഒരുവിധം അവനെ കൺവിൻസ് ചെയ്ത് കുട്ടിക്ക് ചോക്ലേറ്റും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. തേയും വീടൊക്കെ നടന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചു ചെന്നിട്ട് അത്യാവശ്യമായിട്ടൊരു ഡോക്യുമെന്റ് മെയിൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അവൻ ഫോൺ വരും. അങ്ങനെ ഇവൻ കുഞ്ഞിനെ കൊണ്ടുപോകും. വീട്ടിൽ ചെല്ലുമ്പോൾ കുഞ്ഞിനെ എവിടെ വെക്കണം എന്ന് അവന് അറിയത്തില്ല. കുഞ്ഞാണെങ്കിൽ കരയാനും തുടങ്ങും. ഇവിടെ മിണ്ടാതെ അനങ്ങാതെ ഇരുന്നോണെന്നൊക്കെ അവൻ കുഞ്ഞിന്റെ അടുത്ത് പറയുന്നുണ്ട്. കുഞ്ഞിന്റെ അടുത്ത് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കുഞ്ഞ് അവനിട്ട് ഒറ്റയടി കൊടുക്കും. കുഞ്ഞിന് വിശക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലാവും. എന്ത് ഫുഡാണ് കൊടുക്കേണ്ടതെന്ന് അവൻ അറിയത്തില്ല. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് അത് സോസിൽ മുക്കി കൊടുക്കുന്നുണ്ട്. കുഞ്ഞ് ആ സോസ് ഒക്കെ ലിക്ക് ചെയ്ത് അവിടെ ഇരിക്കും. സോസിന്റെ ടേസ്റ്റ് കുഞ്ഞിന് ഇഷ്ടപ്പെടും. കുഞ്ഞ് അതിന്റെ ഇടയ്ക്ക് ഇവനെ അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. കുഞ്ഞ് ബഹളമൊന്നും ഇല്ലാതെ ഇത് കഴിച്ചോണ്ടിരിക്കുന്ന കാണുമ്പോൾ അവൻ അവന്റെ ജോലി ചെയ്യാനായിട്ട് തുടങ്ങും. ഈ സമയത്ത് ഹ്യൂജിൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്. കുറച്ചു നേരമായിട്ട് കുഞ്ഞിന്റെ സൗണ്ടൊന്നും കേൾക്കാതെ ടേം തിരിഞ്ഞു നോക്കുമ്പോൾ കുഞ്ഞ് അവിടെ എല്ലാം കുളമാക്കി ഇട്ടേക്കാണ്. അവൻ സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനങ്ങളെല്ലാം വലിച്ച് താഴെ ഇടുന്നു, സോസ് എല്ലാം ബെഡിലാക്കുന്നു. ഇവനൊരു അലർച്ച. ഇത് കേട്ടിട്ട് കുഞ്ഞ് അവിടെ നിന്ന് കരയാനായിട്ട് തുടങ്ങും. നീ എന്തിനാ കരയുന്നത്? കരയേണ്ട ഞാനല്ലേ എന്നൊക്കെ ഇവൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിനെ കൊണ്ട് പുറത്തേക്ക് പോകും. ഇവളെ വിളിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഇവള് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സ്ഥലത്തല്ലേ, അതുകൊണ്ട് എടുക്കത്തില്ല. ഇവനിങ്ങനെ ഫോൺ വിളിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുഞ്ഞി ഫോൺ പിടിച്ച് വാങ്ങിക്കാനായിട്ട് നോക്കും. അങ്ങനെ ഇവന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോയി അതിൽ കൂടി വണ്ടിയൊക്കെ കയറി ഇറങ്ങും. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഹ്യൂജിൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നതന്നെ അവിടെ ഒരു വലിയ ആൾക്കൂട്ടം കാണും. ആളുകളൊക്കെ വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
അവിടെ ഫുഡൊക്കെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. എന്താണെന്ന് അറിയാൻ നമ്മൾ അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കിനും കുഞ്ഞ് അവിടെ ഇരുന്ന് ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം തറയെ തട്ടിമറിച്ചിട്ട് ആകെ ബഹളമാക്കി വെച്ചേക്കാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യരുത്, കുട്ടിയുടെ അമ്മ എവിടെയാണെന്നൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. ഇവള് അന്തം വിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും ചേങ്ങാണെങ്കിൽ അവള് വൈഫാണെന്നുള്ള രീതിയിൽ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരും. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും. എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് യൂജിൻ വഴക്കുണ്ടാക്കും. ഈ കുട്ടി കാരണം ഇന്ന് എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയാമോ, എനിക്ക് എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായെന്ന് അറിയാമോ, എനിക്കിനി നിങ്ങളെ രണ്ടുപേരും കാണണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ പോകാനായിട്ട് തുടങ്ങും. അപ്പം കുട്ടിയുടെ ഡയപ്പർ മാറ്റണം എന്ന് നമുക്ക് മനസ്സിലാവും. ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ എവിടെന്നെങ്കിലും കുറച്ച് ഡയപ്പേഴ്സ് ഒക്കെ വാങ്ങിയിട്ട് വരട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും അതൊന്നും എനിക്കറിയണ്ട, അതെല്ലാം ഇയാളെ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്തോളാൻ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായിക്കൊണ്ട് നിന്ന് നോക്കുന്നുണ്ട്. കുഞ്ഞിനെ കാണുന്നില്ല. രണ്ടുപേരും കുഞ്ഞിനെ അന്വേഷിച്ച് അവിടെ എവിടെയൊക്കെ നടക്കും. നോക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞ് അവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്, അവിടെ കളിച്ചുകൊണ്ട് നടക്കുകയാണ്. കുഞ്ഞിനെ പിടിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേനും കൊച്ചു കുഞ്ഞല്ലേ, അത് അവിടെ കാണാൻ നിൽക്കുവോ, ഇവരതിന്റെ പുറകെ ഓടി ഒരു വിധം പിടിച്ചുകൊണ്ട് വരും. ദയവ് ചെയ്ത് എന്നെ ഇനി ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞിട്ട് ചേങ് ദേഷ്യത്തിലാണ് അവിടുന്ന് പോകുന്നത്. അവൾ വീട്ടിലേക്കും കുഞ്ഞിനും കൊണ്ട് പോകും. പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഫേർണിച്ചറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു തേങ്. അത് രാവിലെ തന്നെ അവന് കിട്ടും. അതിന്റെ സന്തോഷത്തിൽ ഇരിക്കുന്നുണ്ടെ അവനെ പണി നടക്കുന്ന സ്ഥലത്ത് നിന്ന് വിളിക്കും. ഞാൻ ഇയാളെ നേരത്തെ വാൺ ചെയ്തതല്ലേ, ഇവിടെ ആകെ പ്രശ്നമായി, പൈപ്പെല്ലാം പൊട്ടിയിട്ട് വെള്ളം മുഴുവൻ ഇവിടെ അയക്കുകയാണ്, ഇനിയിപ്പോ പണി തീരണമെങ്കിൽ കുറച്ചും കൂടി താമസിക്കുന്നു പറയും. അവൻ വന്ന് നോക്കുമ്പോൾ അവിടെ മുഴുവൻ കുളമായിട്ട് കിടക്കുകയാണ്. എങ്ങനെങ്കിലും ശരിയാക്കണമെന്ന് പറയുമ്പോഴത്തേക്കും അയാൾ ചോദിക്കും, ഞാൻ എങ്ങനെ ശരിയാക്കാനാണ്, താഴത്തെ അപ്പാർട്ട്മെന്റിലും ലീക്ക് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്, ഇനി അതും ശരിയാക്കേണ്ടി വരും, ഇവിടെ ഇത് മുഴുവൻ കുളമായിട്ട് കിടക്കുകയാണ്, ഈ വെള്ളം മുഴുവൻ വറ്റിയതിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറയും. പുറകെ അപ്പോഴത്തേക്കും ടൈൽസിന്റെ വർക്കിന്റെ ആൾക്കാരും ഇലക്ട്രിക്കൽ വർക്കിന്റെ ആൾക്കാരും എല്ലാം വിളിക്കും. വാൾ പേപ്പർ ഒട്ടിക്കാൻ പറ്റത്തില്ല, ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഈ വെള്ളം മുഴുവൻ ഉണങ്ങിയാലേ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവൻ ചോദിക്കുമ്പോഴത്തേക്കിനും 1 മാസം കൂടി കഴിഞ്ഞാൽ മാത്രമേ അവൻ ഇനി ഇങ്ങോട്ടേക്ക് മാറാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഓൾറെഡി അവൻ മാറുകയാണെന്ന് പറഞ്ഞ് ഓണറെ അറിയിച്ചിട്ടും ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അവന് കുറച്ച് നാളും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് അവൻ വന്ന് ഓണറെ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കിനും ഓൾറെഡി അടുത്ത ടെനന്റ് സൈൻ ചെയ്തു പോയി, അതുകൊണ്ട് ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അയാൾ പറയും. ഇവൻ പലരെയും വിളിച്ച് നോക്കും, ഒരു രക്ഷയില്ല, എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കും. പിറ്റേ ദിവസം വെളിയിൽ എന്തോ വലിയ ബഹളം കേട്ടിട്ടാണ് ഹ്യൂജൻ ഉണരുന്നത്. അവിടെ താഴേക്ക് ചെന്ന് നോക്കുമ്പോൾ ആരോ പുതിയതായിട്ട് താമസം മാറുകയാണെന്ന് മനസ്സിലാവും. ഏത് യൂണിറ്റിലേക്കാണെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അപ്പാർട്ട്മെന്റിന്റെ നമ്പറാണ് പറയുന്നത്. അവൾ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ചേങ് വന്ന് ഗ്രീറ്റ് ചെയ്യും. ഞാനും കുട്ടിയും തമ്മിൽ നല്ല കെമിസ്ട്രി ആണെന്നല്ലേ ഇയാൾ എന്നോട് പറഞ്ഞത്, ഇയാൾക്ക് എന്റെ ഹെൽപ്പ് വേണമെന്നും പറഞ്ഞല്ലോ, അപ്പൊ കുട്ടിയെ നോക്കാനായിട്ട് എനിക്ക് സമ്മതമാണ്, നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവിടെ താമസിച്ച് കുട്ടിയെ നോക്കാമെന്ന് ഇയാൾ സജസ്റ്റ് ചെയ്തായിരുന്നല്ലോ, അതെനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞിട്ട് ഇവൻ എല്ലാ സാധനങ്ങളും ഇവളുടെ ഫ്ലാറ്റിലേക്ക് മാറ്റും. ഇതൊന്നും ഇവിടെ നടക്കത്തില്ല നമ്മൾ പറയുന്നതുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് 5 മില്യൺ തന്നാൽ മതി, ഞാൻ പൊക്കോളാം, കാരണം ഈ കുട്ടിയെ ഒരു ദിവസം നോക്കിയത് കൊണ്ട് എനിക്ക് അത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് നടന്ന സംഭവങ്ങൾ മുഴുവൻ ഇവൻ വീഡിയോയിൽ അവർക്ക് കാണിച്ചു കൊടുക്കും. ഈ കുട്ടി കാരണം എന്റെ ഫോണും നഷ്ടപ്പെട്ടു, അതുകൊണ്ട് പുതുതായിട്ട് പണി നടക്കുന്ന എന്റെ അപ്പാർട്ട്മെന്റിലും വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, ഇത്രയും പൈസ തരുവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പൊക്കോളാം എന്ന് പറയും. അവർക്ക് അത്രയും പൈസ കയ്യിൽ കൊടുക്കാനില്ല, അതുകൊണ്ട് ഇവിടെ എക്സ്ട്രാ റൂം ഉണ്ടല്ലോ, ഞാൻ ഇവിടെ താമസിക്കാനായിട്ട് തീരുമാനിച്ചു, വന്നിട്ട് നോക്ക് ചെയ്തിട്ട് വേണം റൂമിനകത്തേക്ക് കയറാൻ, അത്രയെങ്കിലും മര്യാദ കാണിക്കണം എന്ന് ഇവൻ പറയും. ഇവളാണെങ്കിൽ വീണ്ടും പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇയാളല്ലേ പറഞ്ഞത് ടെക്നിക്കലി ഇത് കുഞ്ഞിന്റെ വീടാണ്, അപ്പൊ ഞാൻ കുഞ്ഞിനോട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ പോയി കുഞ്ഞിന്റെ അടുത്ത് ഞാൻ ഇവിടെ താമസിച്ചോട്ടേന്ന് ചോദിക്കും. കുഞ്ഞാണെങ്കിൽ തലയാട്ടുമ്പോഴത്തേക്കും കണ്ടോ അവൻ സമ്മതിച്ചു, അതുകൊണ്ട് എനിക്ക് ഇനി ആരോടും ചോദിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ സാധനങ്ങളെല്ലാം അടുക്കി വെക്കാനായിട്ട് തുടങ്ങും. തേങ്ങ നല്ല അടുക്കും ചിട്ടയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഹ്യൂജൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ വീട് മുഴുവൻ ക്ലീൻ ആക്കി അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞിന് ഫുഡും അവൻ റെഡിയാക്കിയിട്ടുണ്ട്, അവൾക്കുള്ള ഫുഡും റെഡി ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ അവർക്ക് സന്തോഷമൊക്കെ തോന്നും. നോക്കുമ്പോൾ അവൻ കുഞ്ഞിന്റെ അടുത്ത് നന്നായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് നമുക്കൊരു മെസ്സേജ് വരും, അവൾ ഇന്റർവ്യൂ പാസ്സായി, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അവൾ ആ സന്തോഷ വാർത്ത ഷെയർ ചെയ്യുമ്പോൾ ചേങ്ങാണെങ്കിൽ എക്സൈറ്റഡ് ആയിട്ട് അവളുടെ അടുത്ത് പറയും, ഇയാൾ ഇന്ന് വീട്ടിലൊന്നും ഇരിക്കരുത്, ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ട് പോയി അവർക്ക് ട്രീറ്റ് ഒക്കെ കൊടുക്കണം, പിന്നെ പുതിയതായിട്ട് ജോലിക്ക് പോവല്ലേ, പുതിയ ഡ്രസ്സൊക്കെ പോയി വാങ്ങിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അവിടുന്ന് പറഞ്ഞു വിടാൻ ഭയങ്കര ധൃതി ഉള്ളതുപോലെ അവൾക്ക് തോന്നും. കുഞ്ഞിന് ചോക്ലേറ്റ് ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അവൾ പോകുന്നത്. ഹ്യൂജൻ ഇറങ്ങുന്നുണ്ടെ തന്നെ ഇവൻ കുഞ്ഞിനെ കൊണ്ട് അവന്റെ പുതിയ അപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത്. കൂട്ടുകാരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവിടെ എല്ലാം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നീ 1 മാസം ഫ്രീ ആയിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിലൊരു ജോലിക്കാരനെ പോലെ എല്ലാം ജോലിയും ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിന്നെ സമ്മതിക്കണം എന്നൊക്കെ ഫ്രണ്ട്സ് പറയുന്നുണ്ടേ. എനിക്കൊരു പ്രശ്നമില്ല, കാരണം 1 മാസം എന്റെ സാധനങ്ങളെല്ലാം നന്നായിട്ട് സൂക്ഷിക്കണം, അതിന് വേണ്ടിയിട്ടൊരു സ്ഥലം വേണമായിരുന്നു. ഇതാവുമ്പോൾ എനിക്ക് ലാഭമാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, കുട്ടിയെ മാത്രം നോക്കിയാൽ മതി, അവിടുത്തെ കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല, ഞാൻ എന്തായാലും അവിടെ 1 മാസം പിടിച്ചു വെക്കും എന്ന് ഇവൻ പറയും. അപ്പൊ നീ ഒരു ആൺകുട്ടിയല്ലേ, അതൊരു പെൺകുട്ടിയല്ലേ, എന്തെങ്കിലും സംഭവിക്കാതിരിക്കത്തില്ലല്ലോ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ അടുത്ത് എനിക്ക് അങ്ങനൊന്നുമില്ല, എന്തായാലും അങ്ങനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്റെ മുമ്പിൽ ഈ 1 മാസം വലിയ ചെലവൊന്നും ഇല്ലാതെ പോകണം, അത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതൊക്കെ ചെയ്തിട്ട് അവിടെ നിൽക്കാനായിട്ട് തീരുമാനിച്ചു. ഫെയ്റ്റ് പോലും ഇപ്പോൾ എന്റെ ഫേവറിലാണ്, കാരണം ആ പെൺകുട്ടിക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ട്,
അതുകൊണ്ട് തന്നെ എന്റെ ഹെൽപ്പ് അവൾക്ക് ആവശ്യമുണ്ട്, എന്നെ പറഞ്ഞു വിടാനൊന്നും അവൾക്ക് പറ്റത്തില്ല എന്ന് ഇവൻ പറയും. നിങ്ങൾ നോക്കിക്കോ, ഒരു 10 മിനിറ്റിനുള്ളിൽ ആ കുട്ടി എന്നെ വിളിച്ചിരിക്കുന്നു ഇവൻ പറയുന്നുണ്ട്. ഹ്യൂജൻ ചേട്ടൻ്റെ അടുത്ത് എന്ന് പരാതിയൊക്കെ പറയും. ഇന്നലെ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ കയറി വന്നത് എങ്ങനെ ശരിയാവും, അതൊരു ആൺകുട്ടിയല്ലേ, ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചാൽ ശരിയാകത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും സേയാൻ അവളെ ആശ്വസിപ്പിക്കും. ഇതൊരു നല്ല കാര്യമല്ലേ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, റെന്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റും, എല്ലാ എക്സ്പെൻസസും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ ഒരു മാസത്തേക്ക് കുഞ്ഞിനെ നോക്കണ്ട, കുഞ്ഞിനെ നോക്കാൻ ആള് പോയി, അപ്പൊ നിനക്ക് സമാധാനമായിട്ട് ജോലിക്ക് പോകൂടെ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്നുണ്ടെ അവള് അവനെ വിളിക്കും. ഇവനീ പറഞ്ഞു നിർത്തുന്നതും ഹ്യൂജൻ വിളിക്കുന്നതും ഒരേ സമയത്താണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറയും. വീട്ടിൽ വരുമ്പോൾ ഇയാളെ ഞാൻ ഒരു മാസം ഇവിടെ താമസിക്കാനായിട്ട് സമ്മതിക്കാം, പക്ഷെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഫുൾ ടൈം ഇയാള് ഗൂജുവിനെ നോക്കണം, നന്നായി നോക്കണം, ഇവിടെ എല്ലാം ഇതുപോലെ തന്നെ ക്ലീൻ ആക്കി വെക്കണം, അങ്ങനെ കുറെ കണ്ടീഷൻസ് ആണ് പറയുന്നത്. പിന്നെ ഇവിടുത്തെ വാടക, വൈഫൈ, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല് എല്ലാം ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്നെല്ലാം പറയും. അതെല്ലാം അവൻ സമ്മതിക്കും. കുഞ്ഞിന്റെ അടുത്ത് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞും സമ്മതമാണെന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കോൺട്രാക്ട് സൈൻ ചെയ്യുകയാണ്.